ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിന്നൂസ് കറിവേൾഡ്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു വാഴക്കൊമ്പ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, ഒരു മീഡിയം സൈസ് സവാള, ഒരു മീഡിയം സൈസിലെ ഒരു കൂമ്പാണ് കഴുകി വൃത്തിയാക്കി അതിൻ്റെ പുറംതൊലിയെല്ലാം കളഞ്ഞു വെച്ചേക്കുവാണ്. ഒരു മീഡിയം സൈസിലെ കിഴങ്ങും കൂടെ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമായിട്ട് ഈ സവാളയൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ അതിനകത്തിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. അതല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് വളരെ നൈസായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതിയാവും. ഇതേപോലെ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് എടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. സവാള ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ കൂമ്പും കൂടെ അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഒരു വെള്ളത്തിലൊന്ന് 1-2 വെള്ളത്തിലൊന്ന് കഴുകി വാരി എടുക്കണം. നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. ഇനി നമുക്ക് പാചകം ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വഴണ്ട് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ വളരെ പെട്ടെന്ന് വഴണ്ട് വരാനൊക്കെ സഹായകമാകും. ഒന്ന് ഉപ്പും കൂടി ഇട്ട് ഈ ഒരു പരുവമാകുന്നിടം വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് ചിക്കൻ മസാലയാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇതില്ലെങ്കിൽ കുഴപ്പമില്ല, ഗരം മസാല ആയാലും മതി. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇതിൻ്റെ പച്ച മണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത മസാലകളുടെ എല്ലാം പച്ചമണം മാറി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂമ്പ് അരിഞ്ഞത് ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ കൂമ്പ് അരിഞ്ഞത് ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സായി വരാൻ വേണ്ടി. ഈ സമയത്ത് നമുക്ക് ഉപ്പിൻ്റെയൊക്കെ അളവൊന്ന് നോക്കി കൊടുക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എനിക്ക് ഉപ്പിൻ്റെ ആവശ്യമൊന്നും തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നതുമില്ല. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. വേവിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എക്സ്ട്രാ വെള്ളം ഞാനിപ്പോൾ ഒഴിക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ഒട്ടും വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു 2-3 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പം ഈ കൂമ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ നിന്ന് മാത്രമാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇതേപോലെ 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്ത് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന കിഴങ്ങ് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ വെച്ച് ചെയ്യുന്നത്. ഒരുപാട് അങ്ങ് തണുത്ത് പോകരുത്. ചെറിയൊരു ചൂടോട് തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കാൻ ശ്രമിക്കണം. കാരണം മിക്സിയിലൊന്നും ഇട്ട് ഇത് പൊടിക്കരുത്. കാരണം മിക്സിയിലിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങ് വല്ലാണ്ടങ്ങ് സ്റ്റിക്കി ആയിപ്പോവും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണേ. കൈ കൊണ്ട് തന്നെ പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് കട്ടയില്ലാതിരുന്നാൽ മാത്രം മതി. നന്നാ സോഫ്റ്റായിട്ട് വന്നാൽ മാത്രം മതി. ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഇതേപോലെ നമുക്ക് ഉടച്ചെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ കിഴങ്ങ് ഈ കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്തെല്ലാം തീ വളരെ കുറച്ചിടാൻ ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് അടുക്കി പിടിച്ചു പോകും. കാരണം നമ്മൾ വെള്ളമൊന്നും അധികം ഉപയോഗിക്കുന്നില്ലല്ലോ. കിഴങ്ങും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പിൻ്റെയൊക്കെ അളവ് നോക്കി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കട്ടിൻ്റെ കൂട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇത് കയ്യിൽ പിടിക്കാവുന്ന ചൂടിൽ നമുക്കിത് കട്ട്ലേറ്റിൻ്റെ രൂപത്തിൽ റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് കയ്യിൽ തൂകിയതിന് ശേഷം ഇത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം. ഒരു മീഡിയം സൈസിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടാനുസരണം വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്.
ഈ കട്ട്ലേറ്റ് നമുക്ക് ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കട്ട്ലേറ്റ് തന്നെയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുകയും ചെയ്യും. അവർക്ക് മനസ്സിലാകത്തില്ല ഇത് കൂമ്പാണെന്നൊന്നും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം ഞാൻ ഇത്രയും ഈ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരളവിന് എനിക്ക് ഇത്രയുമാണ് കിട്ടിയേക്കുന്നത്. ഈ ഷേപ്പാക്കി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. കോൺഫ്ലവർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, 1-2 മുട്ടയുടെ വെള്ള എടുത്താലും മതി. ഇനിയും നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ വേണം. അത് ഒരു 2-3 ടേബിൾ സ്പൂണോളം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റ് ഓരോന്നെടുത്തിട്ട് കോൺഫ്ലവറിൻ്റെ മുക്കിയതിന് ശേഷം ഈ ബ്രെഡിൻ്റെ പൊടിക്കകത്ത് മുക്കി എടുക്കാം. ഓരോന്നായിട്ട് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ എല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. 9 എണ്ണവും ഇതേപോലെ തന്നെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടായി വരുന്ന സമയത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം എണ്ണയുടെ തീയൊന്ന് ചെറുതായിട്ടൊന്ന് കുറച്ചിട്ട് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണേ. അതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എൻ്റെ ഈ പാത്രത്തിൽ ഒരു 5 എണ്ണമൊക്കെ ഒരുമിച്ച് കിടന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ പാത്രം അനുസരിച്ച് ഓരോന്നായിട്ടിട്ടോ രണ്ടായിട്ടിട്ടോ ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തെടുക്കണേ. പിന്നീട് ഇതിനകത്ത് ഇനിയും വേവാനായിട്ടൊന്നും തന്നെയില്ല. നമ്മൾ പുറമേ ഉള്ള കോട്ടിങ് മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വന്നാൽ മാത്രം മതി. ഇത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കട്ട്ലേറ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും നന്നായിട്ട് ഫ്രൈ ആയി വന്നേക്കുന്നത്. ഈ ഒരു പരുവത്തിൽ ഇത് കോരിയെടുക്കണം. ഇതേപോലെ തന്നെ അടുത്ത ബാച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് അധികം എണ്ണയൊന്നും കുടിക്കാതെ നമുക്കിത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല ചൂടോടെ തന്നെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കട്ട്ലേറ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.